ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രൊജക്ടർ മേടിച്ചായിരുന്നു, LED പ്രൊജക്ടർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഇങ്ങനത്തെ ഈ വില കുറഞ്ഞ പ്രൊജക്ടറിനൊക്കെ ക്വാളിറ്റി ഉണ്ടോ, ഇങ്ങനെ ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ നിങ്ങൾ മേടിച്ചാലും നമുക്ക് ഇതിനകത്തുനിന്നൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ സാധനം ഞാൻ മേടിച്ചു, അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ബോക്സിൽ നെയിമും കാര്യങ്ങളും ബ്രാൻഡ് നെയിമും ഒന്നുമില്ല. നമുക്ക് ഒരു കാര്യങ്ങളും കാണാൻ പറ്റത്തില്ല, കാരണം പ്ലെയിൻ ആയിട്ടുള്ള ബോക്സ്. ആകെ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അൾട്രാ HD പ്രൊജക്ടർ എന്ന് പറഞ്ഞുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബോക്സിനകത്ത് നമുക്ക് നല്ല രീതിക്കാണ് കമ്പനി പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് ബ്രാൻഡ് നെയിം ഇല്ലെന്ന് പറഞ്ഞാലും കാണാനൊക്കെ ഒരു അത്യാവശ്യം രസമുണ്ട് ആ ബോക്സും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ. എന്തായാലും നമുക്ക് ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ബോക്സ് നോക്കിയ സമയത്ത് അവരത് പാക്കിങ്ങിനുള്ള അവരുടെ നിലവാരവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോക്സ് വേറെ കാണാം. അതിനകത്താണ് ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിയ സമയത്ത് ഇത് തികച്ചും ഒരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ ആയതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചെറിയൊരു റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിമോട്ടൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവർ ഈ വിലയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള റിമോട്ടും സാധനങ്ങളൊക്കെയാണ് അവർ തരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു HDMI കേബിൾ അവർ തരുന്നുണ്ട്. ആ കേബിൾ നല്ലൊരു ക്വാളിറ്റിയുള്ള കേബിളാണ്. നമ്മളിപ്പോൾ ഒരെണ്ണം കേബിൾ മാത്രമായിട്ട് സെപ്പറേറ്റ് നമ്മൾ മേടിച്ചാൽ ഇത്രയും ക്വാളിറ്റിയുള്ള കേബിൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സംശയമാണ്. എന്തായാലും ഒരു കേബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു യൂസർ മാനുവൽ, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കാൻ സംഭവങ്ങളൊന്നുമില്ല. സെറ്റിങ്സിനകത്തൊന്നും വലുതായിട്ട് പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സിനകത്ത് വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ ചുമ്മാ നോക്കിയേക്കാന്ന് പറഞ്ഞാണ് തുറന്ന് നോക്കിയത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതൊന്ന് പവർ ചെയ്യാനുള്ള ഒരു AC കോഡ് വരുന്നുണ്ട്. അതും നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് അവർ തന്നേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടെ തന്നേക്കുന്ന സാധനവും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കേബിളും ഈ റിമോട്ടും ഒന്നും നമുക്ക് ക്വാളിറ്റി അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പ്രൊജക്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അങ്ങനെ പ്രൊജക്ടറും അവരൊരു സേഫായിട്ടൊരു കവറിൻ്റെ അകത്താണ് പാക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി ആ കവർ ഊരിയിട്ട് നമുക്ക് പ്രൊജക്ടറിൻ്റെ ഗുണവും നിലവാരമൊക്കെ ഒന്ന് നോക്കണമല്ലോ. എന്തായാലും നമ്മളത് തുറന്നു നോക്കിയ സമയത്ത് ബോക്സിനകത്ത് വേറെ ഒരു സാധനം കാണുന്നില്ല. അത് സേഫായിട്ട് വെക്കാൻ വേണ്ടി അതിൻ്റെ അകത്തൊരു തെർമോക്കോൾ അവർ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പ്രൊജക്ടർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വിലക്കൊക്കെ ഇത്രയും ബിൽഡ് ക്വാളിറ്റിയൊക്കെ തരിക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സമ്മതിക്കണം. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോഴുള്ളല്ലോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് നമുക്ക് നല്ല രീതിക്ക് റൊട്ടേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റൊട്ടേറ്റ് ചെയ്യാവുന്നൊരു നല്ലൊരു സ്റ്റാൻഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീലിങ്ങിലോട്ട് കൊടുക്കാം, അതല്ലാതെ ടേബിളിൽ നിന്ന് നേരെ ഭിത്തിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ആ രീതിക്കുള്ളൊരു നല്ലൊരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു HDMI പോർട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട് കാണാം. പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ പവർ, നമ്മളെ കേബിൾ കണക്ട് ചെയ്യുന്ന ഒരു കേബിൾ കാണാം, ഒരു പോർട്ട് കാണാം. പിന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ലാമ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഇതിന് സാധാരണ പ്രൊജക്ടറിന് ലാമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ലാമ്പും കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവ് വെച്ച് ഇതിന് ലൈഫ് കുറവാണ് ലാമ്പിന്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ LED ആയതുകൊണ്ട് നല്ല രീതിക്ക് കിടന്ന് ഓടിക്കോളും, കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഇതിനകത്തൊരു ഫാനുണ്ട്. പിന്നെ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോബും കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഞാൻ ഒന്ന് കുലുക്കി നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ചൈനയുടെ സാധനമാണ്. പിന്നെ ചൈനയുടെ എല്ലാ സാധനവും മോശമെന്ന് പറയുന്നില്ല. പിന്നെ നമുക്ക് ഈ ആമസോണും ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പം ഡാമേജും വരാം. അതുകൊണ്ട് നമ്മളൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. നമ്മളത് പറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ലെൻസിൽ. എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ സാധനം വെച്ച് നോക്കണം. അപ്പോൾ ഇത് വീഡിയോ ഇട്ട് നോക്കാമെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വിഷയമുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നേരെ ഭിത്തിയിലോട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്തായാലും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് കേബിൾ നമ്മൾ ഈ രീതിക്ക് വേണം കണക്ട് ചെയ്യാൻ. പിന്നെ ഈ കേബിളെന്ന് പറഞ്ഞാൽ ഒരു L ഷേപ്പ് വരുന്നതുകൊണ്ട് നമുക്കത് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് കണക്ട് ചെയ്തിട്ട് കാണാം. പിന്നെ പറയാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽറ്റ് സ്പീക്കർ വരുന്നുണ്ട്. അത് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്പീക്കറോ കാര്യങ്ങളോ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്പീക്കർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വെറും 3 വാട്ട്സേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമുക്ക് പിന്നെ ബ്ലൂടൂത്ത് വഴി വേണമെങ്കിൽ സൗണ്ട് ബാറോ ഹോം തിയേറ്ററൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാം. സ്മാർട്ട് പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ ഒരു വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ലോഡിങ് ആയാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ്രോയിഡാണ്. അപ്പോൾ നമുക്ക് ഇതിന് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇട്ട് കാണിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നതിൻ്റെ അല്ല പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടിയും കൊണ്ടാണ്. എന്തായാലും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഞാൻ ഇത് ഓണാക്കി ഇതിൻ്റെ ലോഡിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്, ബൂട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഈ മോഡലിൽ തന്നെ
HY300 എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ ഒരുപാട് പ്രൊജക്ടർ ഇറങ്ങുന്നുണ്ട്. ഇതേ ഷേപ്പും ഇതേ മോഡലിൽ തന്നെ ഒരുപാട് പ്രൊജക്ടർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചത് തന്നെയാണോ നിങ്ങളും മേടിക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ പ്രൊജക്ടർ ഏകദേശം ലോഡിങ്ങിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് ബൂട്ടാകുമ്പോൾ കുറച്ചൊന്ന് താമസമുണ്ട്, അല്ലാതെ വേറെ പ്രശ്നവും കാര്യങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആൻഡ്രോയിഡാണ്, അപ്പോൾ അതിൻ്റെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ആയതിനു ശേഷം അങ്ങനെ ലാഗൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പ്രൊജക്ടർ കുറച്ച് നേരം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ വീട്ടിലെ സ്ക്രീൻ അനുസരിച്ച് ഇത് തന്നെ ഫോക്കസ് ആവുക, അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്ക്രീൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നല്ല രീതിക്ക് കാണാനൊക്കെ പറ്റും. എന്തായാലും നമുക്കതൊക്കെ ഒന്ന് പരീക്ഷിക്കണം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ച് പോകാൻ പറഞ്ഞ് കറക്റ്റായിട്ട് യൂട്യൂബും എല്ലാം കിട്ടുന്നുണ്ട്. വൈഫൈ ഒക്കെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈഫൈ എല്ലാം കറക്റ്റായിട്ട് കണക്റ്റ് ആകുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇതിനകത്ത് നോക്കണം. എനിക്ക് കിട്ടിയ പോലെ എല്ലാവർക്കും ചിലപ്പോൾ പുള്ളിക്ക് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഞാൻ അതിൻ്റെ നോബ് വെച്ച് ഞാൻ കറക്റ്റ് ഫോക്കസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഫോക്കസൊക്കെ ആകുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയ ലെറ്ററിലൊക്കെ കാണിക്കുന്ന ഒരു സംഭവത്തിലോട്ട് ഇട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. എന്തായാലും ഞാനിപ്പോൾ ഓണാക്കിയിരിക്കുന്നത് എൻ്റെ മുറിക്കകത്ത് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തും നല്ല അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ലൈറ്റൊക്കെ കെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നോക്കണം, എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ വെച്ച് നോക്കുന്നത് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നോക്കാം, നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. എന്തായാലും ഇതിൻ്റെ റിമോട്ടിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. റിമോട്ട് നമ്മൾ ഏത് സൈഡിൽ നിന്ന് ഞെക്കിയാലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ റിമോട്ടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ റിമോട്ട് നമ്മുടെ എന്തെങ്കിലും ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ല. കാരണം ഇതിനകത്ത് പവർ സ്വിച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ റിമോട്ട് വഴിയാണ് ഇതിൻ്റെ മിക്ക ഓപ്പറേഷനും. നമുക്ക് റിമോട്ടില്ല, ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് റിമോട്ട് കഴിവതും കളയാതെ നമ്മൾ നോക്കണം. കാരണം ഇതൊക്കെ ചൈനയുടെ സാധനമായിട്ട് മാർക്കറ്റിൽ കിട്ടുമല്ലോ നമുക്ക് അറിയത്തില്ല. എന്തായാലും റിമോട്ടിനകത്താണ് മിക്ക ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഉള്ളതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 1 GB റാമും 8 GB സ്റ്റോറേജുമാണ് ഇതിന് വരുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ലാഗും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ തന്നെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ചെറിയ താമസമുണ്ട്. നല്ല ലാഗായിട്ട് തന്നെയാണ് ഓപ്പണായി വരുന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഓപ്പണായി വന്നതിന് ശേഷം കുഴപ്പമില്ല. അങ്ങനെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അത്യാവശ്യം ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ ജനലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് വെട്ടം നല്ലോണം ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ലൈറ്റ് ഉള്ള രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ലൈറ്റ് കെടുത്തിയിട്ടൊന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും കുറച്ച് നേരത്തേക്ക് ഞാൻ വെക്കുന്നില്ല വീഡിയോ. അത് പ്രശ്നമാവില്ല നമുക്കറിയത്തില്ല. എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.